ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഒരു നിയമജ്ഞൻ ക്രിസ്തുവിനോട് ചോദിച്ചു, കർത്താവേ, ഏതാണ് ഏറ്റവും സുപ്രധാനമായ നിയമങ്ങൾ? ഇത് ചോദിച്ചതിൽ തെറ്റില്ല, പക്ഷേ ആര് ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം. ചോദിച്ചത് നിയമജ്ഞനാണ്, എല്ലാ നിയമവും അറിയുന്നവൻ, എല്ലാ നിയമങ്ങളും പഠിപ്പിക്കുന്നവൻ, ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരണമെന്ന് ശാഠ്യം പിടിക്കുന്നവൻ. അങ്ങനെ ഒരു നിയമജ്ഞൻ ക്രിസ്തുവിനോട് ചെന്ന് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു സങ്കോചവും കൂടാതെ ക്രിസ്തു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. 2, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇത് രണ്ടും നിയമങ്ങളാണ്, കൽപ്പനകളാണ്. നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അത് പാലിക്കണമെന്നുള്ള ബാധ്യത അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് നാം മറ്റുള്ളവരോട് കാണിക്കുന്ന ഔദാര്യമല്ല എന്നും അത് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നും ക്രിസ്തുബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, അയൽക്കാരോടുള്ള നമ്മുടെ മനോഭാവം, ഇതെല്ലാം നിയമത്തിൻ്റെ സംഹിതയിൽപ്പെടുന്നു. ഇങ്ങനെ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഓരോ കണികകളും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തും. ആ കണക്ക് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നാമൊക്കെ കണക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഒളിഞ്ഞു പോകാത്ത ദൈവസ്നേഹത്തെ, മാറി നിൽക്കാത്ത സഹോദര സ്നേഹത്തെ നാം ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പുകാലം ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളാണ്. ക്രിസ്തു കുരിശിന്മേൽ കരം വിരിച്ച് ചേർന്ന് കിടന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ ഉയർന്നത് സ്വർഗത്തിലേക്കാണ്. കുരിശോട് ചേർന്ന് കിടക്കുമ്പോൾ ഈ 2 സ്നേഹത്തെയും കൃത്യമായി ക്രിസ്തു ചൂണ്ടിക്കാട്ടി. കുരിശോട് ചേർന്ന് കിടന്നപ്പോൾ അവൻ കണ്ണുകളുയർത്തി സ്വർഗത്തേക്ക് നോക്കി, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് ധന്യതയോടെ പറഞ്ഞു. അത് ദൈവത്തോടുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം. കരം വിരിച്ച് ആ കുരിശോട് ചേർന്ന് കിടക്കുമ്പോഴും അവൻ തൻ്റെ സഹോദരരെ നോക്കി പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അത് അയൽക്കാരോടും സഹോദരങ്ങളോടുള്ള സ്നേഹം. മുറിപ്പാടുകളുണ്ടാകുമ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതെ, വേദനിപ്പിക്കുന്ന ചുറ്റും മനുഷ്യരുണ്ടാകുമ്പോൾ അവരെ പരാതി കൂടാതെ അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു മനോഭാവം. ഈ നിയമം ജീവിച്ച ഒരാളാണ് ക്രിസ്തു. ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും ഈ ഭൂമിയിൽ കുരിശോളം കാട്ടിത്തന്ന ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഈ പുണ്യനാളുകളിൽ ദൈവത്തോടുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള സ്നേഹത്തിലും നമുക്ക് ജീവിക്കാം. കാരണം നമ്മുടെ മുമ്പിലെ ക്രൂശിതൻ ആ സ്നേഹം ജീവിച്ച് കാട്ടിയവനാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.